Homo habilis lived 2.4 million years ago. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൂർവികർ, മനുഷ്യനായിട്ട് ഭൂമിയിലുള്ള ഫസ്റ്റ് പൂർവികർ 24 ലക്ഷം വർഷം മുമ്പ്. ഞാൻ ഈ വീഡിയോന് ശേഷം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്രിയേറ്റിൻ തരും. ഇപ്പോൾ ക്രിയേറ്റിനാണല്ലോ മസിൽ ബിൽഡ് ചെയ്യുന്ന ഫോർമുല എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്രിയേറ്റിൻ ഞാൻ തരും. ഇതിനു മുമ്പ് 45 ലക്ഷം വർഷം മുമ്പായിരുന്നു. ഫസ്റ്റ് 76 വർഷം മുമ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കാട്ടിൽ നിന്ന് മനുഷ്യൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ നടന്നിരുന്നത്? ഭയങ്കര സ്ലോ ആയിട്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റ് പൂർവികർ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും നിങ്ങൾ. ശരിക്കും മനുഷ്യനെ പോലെ തന്നെ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. കണ്ടോ, അന്നത്തെ ഭൂമി എന്ന് പറയുന്നത് തരിശായ ഭൂമിയാണ്. നോക്ക്, നിങ്ങൾ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇവിടെയാണോ നിങ്ങൾ പറയുന്ന ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരുന്നു? പണ്ടത്തെ മനുഷ്യൻ ഭക്ഷണം ഫ്രൂട്ട്സ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ പക്ഷികൾ പറക്കുന്നത്, പക്ഷികൾ പറക്കുന്നതിന്റെ അർത്ഥം അവിടെ സംതിങ് എന്തോ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് പണ്ടത്തെ മനുഷ്യരെന്ന് പറയുന്നത് അവര് ഹണ്ടേഴ്സ് അല്ല, അവർ കള്ളന്മാരാണ്. അതായത് മറ്റു മൃഗങ്ങൾ അവർക്ക് ഹണ്ട് ചെയ്യാൻ ഭയങ്കര അറിയില്ല. സത്യം പറയാൻ ഹണ്ട് ചെയ്യാൻ അറിയില്ല. അവർ മറ്റു മൃഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ആ മൃഗങ്ങളെ പേടിപ്പിച്ച് അവിടെ നിന്ന് സ്റ്റീൽ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. It's thought to be the key to the survival of Homo habilis. ഇന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാം? ഫസ്റ്റ് ഭൂമിയിൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 90% അവർ കഴിച്ചതെന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. അതിന്ന് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അടുത്ത ഒരു 46 ലക്ഷം വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ കഴിച്ചുകൊണ്ടത് ഈ മണ്ണിനടിയിലുള്ള ചെറിയ ചെറിയ പുഴുക്കളും ഒരു 50% ചെറിയ ഭക്ഷണങ്ങളും കായ്കനികളും 50% ഇവരെന്താ മണ്ണിനടിയിലുള്ള ചെറിയ ജീവികളെ കഴിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഹോമോ ഹബിലിസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ പൂർവികർ കഴിച്ചുകൊണ്ടിരുന്നത് 90% നോൺ വെജിറ്റേറിയൻ ആണ്. അതായത് അന്ന് ഈ ഭൂമിയിൽ ഇവർക്ക് തിന്നാൻ ഈ മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. Henry Bunn of the University of Wisconsin found the evidence. So here are some bones that are ഈ ഡോക്യുമെന്ററിയിൽ ഇതിന് എവിഡൻസും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായതെന്നും എല്ലാ കാര്യങ്ങളും ഈ ഡോക്യുമെന്ററിയിൽ പ്യൂറായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. between the early Pleistocene. ഇത് 26 ലക്ഷം വർഷം മുമ്പുള്ള എല്ലാണ്. അവർ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇറച്ചി മാത്രം എടുത്തത്. അപ്പോൾ അവിടെ ഇതിനുണ്ടായ അടയാളങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹോമോ ഹബിലിസ് എന്ന് പറയുന്നത്. Marrow inside the bone is a valuable source of nutrients. ആക്സിഡന്റലി എല്ലിനുള്ളിൽ മാരോ ഉണ്ട്, മജ്ജ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് മനസ്സിലായത് ദ ബെസ്റ്റ് ന്യൂട്രിയൻസ്. മനസ്സിലായതല്ല, ഇവർക്ക് തിന്നാനുള്ള മാരോ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇവരെന്ത് ചെയ്ത് സ്കള്ളും കാര്യങ്ങളൊക്കെ തുറന്നെടുത്തിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് ബ്രെയിനിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും എക്സ്പ്ലോർഡ് ആയിട്ടാണ് ഉണ്ടായത്. കാരണം ഫസ്റ്റ് ജനറേഷൻ, അതായത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഭൂമിയിൽ വന്ന ആൾക്കാർ 300 ഗ്രാം ആയിരുന്നു ബ്രെയിൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അതായത് ഹാഫ് പകുതി വെജിറ്റേറിയനും പകുതി നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരത് 400 ആയിരുന്നു. ഈ ജനറേഷൻ ഹോമോ ഹെബിലിസിന്റെ ബ്രെയിനിന്റെ വളർച്ച എന്ന് പറഞ്ഞത് ആഫ്റ്റർ മാരോ ഒക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷം 500 to 600, അതായത് ഡബിൾ. വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ട് ഡബിൾ ആണ് ഇവർ ഈ ഒരു ജനറേഷൻ ആയപ്പോഴേക്കും ഇവരുടെ ബ്രെയിനിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഈ മാരോ എടുക്കുന്നതിനിടയ്ക്ക് ഇവർ കല്ല് യൂസ് ചെയ്തതിനു ശേഷം കൈ മുറിഞ്ഞു. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് ഈ കല്ല് വെച്ച് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം മുതലാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. സ്റ്റോൺ ഏജ് മുതലാണ് ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇതിന് മുന്നുള്ള കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. മനുഷ്യൻ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയത്, ഹണ്ടേഴ്സായി മാറി തുടങ്ങിയത്.
took an evolutionary leap. ഇതിന് ശേഷം ഹോമോബിലസിന് ശേഷമാണ് പ്രോപ്പറായിട്ട് ഹ്യൂമൻ 18 ലക്ഷം വർഷം മുമ്പ് വരുന്നത്. Leap forward. By 1.8 million years ago, Homo erectus had a ഫസ്റ്റത്തെ മനുഷ്യന്റെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഭൂമിയിലാക്കി വരുന്ന ആൾക്കാരെ കാല് ഞാൻ പറഞ്ഞില്ലേ, കൈയും കാലും ഒരുപോലെയായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മനുഷ്യൻ എന്ന രീതിയിലേക്ക് മാറി. arrived. It grew as tall as 108. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പണ്ട് ഫസ്റ്റത്തെ നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് മേല് നിറച്ച് പൂടകളും രോമങ്ങളായിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ കാട്ടിൽ വാക്സിൻ സെന്റർ തുടങ്ങിയാണോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് തുടങ്ങിയിട്ടാണോ ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് എവല്യൂഷൻ സംഭവിച്ച സമയത്ത് ഇവരുടെ മേലത്തുള്ള പൂട മൊത്തം, അതായത് രോമം മൊത്തം മാറിയത്, പൂട മൊത്തം മാറിയെന്ന്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയും എന്താണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാനാന്നൊക്കെ പറയും. അപ്പോഴും ഇവർക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഹാർട്ട് റേറ്റ് ഒക്കെ വേണ്ടേ? എന്തുകൊണ്ടാണ് റീസൺ എന്നാണ് ഞാൻ ചോദ്യം. ഇതിനാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചിമ്പാൻസിനെ പോലെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മനുഷ്യനും ചിമ്പാൻസിനും തമ്മിൽ എവല്യൂഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അവരുടെ ഭക്ഷണ രീതി ഒരുപാട് മാറിയിട്ടുണ്ട്.